ഈശോ മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, തുഗ്രാന തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു. ഭാരതത്തിൻ്റെ സ്ലീഹായും വിശ്വാസത്തിൽ നമ്മുടെ പിതാവുമായ മാർത്തോമാ സ്ലീഹായുടെ തുഗ്രാന തിരുനാൾ നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പിനോടൊപ്പം സഭാ മക്കളായ നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ, സഭയുടെ പേരിൽ അഭിമന്യ പിതാവിനെ ഈ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും മംഗളങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ വായനകൾ നമ്മൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുകയാണ്. ആദ്യത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ളതായിരുന്നു. മനോഹരമായിരിക്കുന്ന ഏദേൻ തോട്ടം അതിമനോഹരമായിട്ട് ഒരുക്കിക്കൊണ്ട് ദൈവം നമ്മുടെ പൂർവ്വപിതാക്കളെ അവിടെ കുടിപ്പാർപ്പിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം അവർ തിന്നരുത് എന്ന ഉപദേശവും. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, അനുസരണക്കേടിൻ്റെ ആദ്യത്തെ പാപമാണ് അവിടെ നമ്മൾ കാണുന്നത്. അന്ന് മാത്രമല്ല, എന്നും ഇന്നും സഭയിലെ ജീവൻ്റെ പൂന്തോട്ടത്തിൽ നിന്ന് സംഭവിക്കുന്നത് അനുസരണക്കേടല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. രണ്ടാമത്തെ വായന വളരെ മനോഹരമാണ്. ദൈവം പറയുകയാണ്, എൻ്റെ വാക്കുകൾ കേൾക്കുക മകനെ, ഞാൻ നിന്നെ അനുസരണത്തിൻ്റെ വഴിയിലൂടെ നടത്തി, ഞാൻ നിന്നെ പഠിപ്പിച്ചു, സത്യസന്ധമായിട്ട് നടക്കാൻ നിന്നെ ഞാൻ അഭ്യസിപ്പിച്ചു. അത് നിന്റെ ജീവനാണ്. നീ ദുഷ്ടൻ്റെ കൂട്ടുചേരരുത്. അവൻ എന്നും തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യാതെ ഉറങ്ങാൻ അവന് പറ്റുകയില്ല. മാത്രമല്ല, മറ്റുള്ളവരെ വെട്ടിവീഴ്ത്താതെ അവന് ഉറക്കം മുടങ്ങും. നീ അവൻ്റെ കൂടെ ചേരരുത്. നമുക്കൊക്കെ ഉണ്ടാകാവുന്ന പ്രലോഭനമാണ് ദുഷ്ടൻ്റെ കൂടെ ചേരാനുള്ള പ്രലോഭനം, മറ്റുള്ളവരെ വെട്ടിവീഴ്ത്താനുള്ള പ്രലോഭനം. എന്നാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇന്നത്തെ സന്ദേശം ഞാൻ കാണുന്നത് പൗലോസ്ലീഹ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. അതിനാൽ നിങ്ങൾ ഇനിമേൽ അപരിചിതരോ പരദേശികളോ അല്ല, പ്രത്യുത വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ്. സ്ത്രീഹന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. അതിൻ്റെ മൂലക്കല്ലോ ഈശോ മിശിഹായും. സഭ എന്ന് പറയുന്നത് ഈശോ മിശിഹായിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ട ഭവനമാണ് എന്ന് പൗലോസ്ലീഹ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. സ്ലീഹന്മാരാണ് അതിൻ്റെ അടിത്തറ. നമ്മൾ ആ ഭവനത്തിലെ നിവാസികളാണ്. അന്യരല്ല, പരദേശികളല്ല, സഹപൗരന്മാരാണ്, കുടുംബാംഗങ്ങളാണ്. ഈ ബോധ്യത്തോടുകൂടെ നമ്മളെല്ലാവരും ജീവിക്കാനും പ്രവർത്തിക്കാനും പരിശ്രമിക്കുമ്പോൾ നമ്മുടെ സഭ അതിമനോഹരമായിട്ടുള്ള അമ്മയായിട്ട്, ഭവനമായിട്ട് മുന്നോട്ട് പോകും. നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ഈ തുഗ്രാന തിരുനാളിനെ നമുക്കയച്ച ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധ സിപ്രിയാനെ ഉദ്ധരിച്ചുകൊണ്ട്, സഭയെ അമ്മയായി കാണാൻ പറ്റാത്തവന് ദൈവത്തെ അപ്പനായിട്ട് കാണാൻ പറ്റുകയില്ലെന്ന്. സഭ എന്ന് പറയുന്നത് മിശിഹായുടെ ഭൗതിക ശരീരമാണ്. അത് പരിശുദ്ധാത്മാവിൽ ഭവനമാണ്. അവിടെ ആരും പരദേശികളോ അന്യരോ ആയിട്ടില്ല. നാം എല്ലാവരും ഭവനത്തിൽ അംഗങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷം നമുക്കൊക്കെ സുപരിചിതമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ പറയുകയാണ്, ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമ അവിടെ ഇല്ലായിരുന്നുവെന്ന്. അവിടെ ഇല്ലായിരുന്ന തോമ, ഒറ്റയ്ക്ക് നടക്കാൻ ശ്രമിച്ച തോമ, ഒറ്റയ്ക്ക് ആര് നടക്കുന്നുവോ അവൻ ഒറ്റപ്പെടും. ചിലപ്പോൾ അവൻ ഒറ്റുകാരനാകുകയും ചെയ്യും. അതാണ്
യൂദാസിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. ഒറ്റയ്ക്ക് നടക്കാൻ ശ്രമിച്ച പത്രോസ് ഉണ്ടായിരുന്നു. പക്ഷേ പത്രോസിൻ്റെ തിരിച്ചറിവ് വന്നു, മാനസാന്തരമുണ്ടായി. ആ തിരിച്ചറിവ്, ആ മാനസാന്തരം പത്രോസിനെ സഭയുടെ തലവനായിട്ട് നിയമിക്കാൻ കാരണമായി. പ്രിയപ്പെട്ടവരെ, തോമാസ് ലീഹായും ഒറ്റയ്ക്ക് നടന്നപ്പോൾ ഈശോയെ കാണാനോ ഉദ്ധിതനായ ഈശോയെ നേരിൽ കണ്ടനുഭവിക്കാനോ അവന് സാധിച്ചില്ല. അവനും തിരിച്ചറിവുണ്ടായി. ആ 12 പേരുടെ കൂടെ നിൽക്കാനായിട്ട് തോമാസിലേക്ക് സാധിച്ചപ്പോഴാണ് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് തൻ്റെ വിശ്വാസം നമുക്ക് വേണ്ടി ഏറ്റുപറയാനായി നമ്മുടെ പിതാവായ തോമാസിലേക്ക് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്ക് ആരും ക്രൈസ്തവ വിശ്വാസിയാകുന്നില്ല. തോമസ് മെർട്ടൺ പറഞ്ഞതുപോലെ നോ മാൻ ഈസ് എൻ ഐലൻഡ്. ഒരു ക്രൈസ്തവ വിശ്വാസിയും ഒറ്റപ്പെട്ടവനല്ല. ഒരു ഇടവകയും ഒറ്റപ്പെട്ട് ഞങ്ങളാണ് സഭ എന്ന് അവകാശപ്പെട്ടാൽ അത് സഭയല്ല. ഒരു രൂപതയും ഞങ്ങളാണ് സഭ എന്ന് പറഞ്ഞാൽ അത് സഭയല്ല. ഒരുമിച്ച് നടക്കാനായിട്ട്, ഒരമ്മയുടെ മക്കളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ മിശിഹ ആഗ്രഹിക്കുന്ന സഭയായിട്ട് നമ്മൾ തീരുക. അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് വന്നവനാണ് തോമാസ് ലീഹ. ഒറ്റപ്പെട്ട് നമ്മളാരും കഴിയാതിരിക്കാനായിട്ട് ഇടവരട്ടെ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് തരുന്ന് കൂട്ടായി, ഒരമ്മയുടെ മക്കളായി, സഭയുടെ മക്കളായി, നമ്മുടെ പിതാവിൻ്റെ കൂടെ നേതൃത്വത്തിൽ നിൽക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. പാരമ്പര്യമെന്ന് പറയുന്നത് മുടിഞ്ഞ തറവാടിലിരുന്നു കൊണ്ട് മാമൂലുകളെപ്പറ്റി പൊങ്ങച്ചം പറയുന്നതല്ല. എന്താണ് പാരമ്പര്യമെന്ന് പൗലോസ് ലീഹ പറയുന്നുണ്ട്. 2 കാര്യങ്ങളാണ് സവിശേഷമായിട്ട് പൗലോസ് ലീഹ പാരമ്പര്യമെന്ന് പറയുന്നത്. ഒന്ന്, മരിച്ചവരിൽ നിന്നുള്ള ഈശോയുടെ ഉത്ഥാനമാണ്. തനിക്ക് ലഭിച്ചതും താൻ മറ്റുള്ളവർക്ക് കൈമാറുന്നതുമായ ആ വലിയ പാരമ്പര്യം. അതാണ് എല്ലാറ്റിൻ്റെയും അടിത്തറ, അതാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അവിടെയാണ് ഈശോ മിശിഹായിലൂടെ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ദർശിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ നിവേശനം നമ്മൾ കാത്തിരിക്കുന്നതും. രണ്ടാമത് പൗലോസ് ലീഹ പറയുന്ന പാരമ്പര്യം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ഈശോ ശരീരവും മാംസം ധരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിനെ പറ്റി അതിമനോഹരമായിട്ട് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 11-ാം അധ്യായത്തിലെ പൗലോസ് ലീഹ പറയുന്നുണ്ട്. ആ മഹത്തായ പാരമ്പര്യങ്ങളാണ് സഭയുടെ അടിത്തറയായിട്ട് നിലകൊള്ളുന്നത്. ആ പാരമ്പര്യങ്ങളെ അധിഷ്ഠിതമായിക്കൊണ്ട് നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹ നമുക്ക് കൈമാറിയിരിക്കുന്ന ആ വിശ്വാസ വ്യതിരക്തത തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ പാരമ്പര്യത്തിൻ്റെ വാക്താക്കളും മക്കളുമായിട്ട് തീരുക. തനിമയറിഞ്ഞുകൊണ്ട് പ്രസക്തിയോടുകൂടി ജീവിക്കാനായിട്ട് വിശ്വാസികളായിരിക്കും നമുക്ക് സാധിക്കണം. മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് പോരാ. മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് ഈശോ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു എന്ന് വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ഒരപ്പൻ്റെ മക്കളാണ് നമ്മൾ. അദ്ദേഹം വാശി പിടിച്ചു, എനിക്കും അനുഭവം ഉണ്ടാകണമെന്ന്. പ്രിയപ്പെട്ടവരെ, ആഴമായിരിക്കുന്ന ആധ്യാത്മിക എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തെ ഏതെങ്കിലും പാരമ്പര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് മാത്രമല്ല, മറ്റുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്നതല്ല. അതിലുപരിയായിട്ട് വ്യക്തിപരമായിട്ട്, സംഘാതമായിട്ട്, മരിച്ചവരൊന്ന് ഉത്ഥാനം ചെയ്ത ഈശോയെ അനുഭവിച്ചറിയാനായിട്ട്, അവിടുത്തെ സ്നേഹത്തിൽ ജീവിക്കാനായിട്ട്, ആ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ഉള്ള പക്വത, തനിമ നമുക്കുണ്ടാകുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള പക്വതയിലേക്കും തനിമയിലേക്കും വ്യക്തിപരമായ മിശിഹ അനുഭവത്തിലേക്കും നമ്മുടെ സമൂഹത്തിലെല്ലാവരും വളരുമ്പോഴാണ് നമ്മുടെ സഭ വളരുന്നത്. എണ്ണത്തിലല്ല കാര്യം, ഗുണമേന്മയാണ് ഗണമേന്മയേക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ എണ്ണം കുറയുന്നു, ദൈവവിളി കുറയുന്നു എന്നൊക്കെ ആശങ്കപ്പെടേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറും 12 പേരാണ്
റോമാ സാമ്രാജ്യത്തിനകത്തും പുറത്തുമായിട്ട് ലോകത്തെ കീഴ്മേൽ മറിച്ചത്. എത്രമാത്രം ആഴത്തിലുള്ള വിശ്വാസം എനിക്കുണ്ട്, എത്രമാത്രം ബോധ്യങ്ങൾ എൻ്റെ കർത്താവും നാഥനുമായിരിക്കുന്ന ഈശോയിൽ എനിക്കുണ്ട് എന്നുള്ളതാണ് ഈ സമൂഹത്തിൽ എനിക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സഭയ്ക്കുമുള്ള പ്രസക്തി എന്ന് കരുതുക. തോമസ് ലീഹ ആഴമായിരിക്കുന്ന ക്രിസ്താനുഭവത്തിൽ നിന്ന് എത്രമാത്രം ധീരമായിട്ടുള്ള സാക്ഷ്യമാണ് തൻ്റെ ഗുരുവിനെ വഹിച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. മറ്റപ്പസ്തോലന്മാരൊക്കെ റോമാ സാമ്രാജ്യത്തിനകത്ത് മാത്രം പ്രേക്ഷിത വേല ചെയ്തപ്പോൾ ആ റോമ സാമ്രാജ്യത്തിന് പുറത്ത് ഏറ്റവും സാഹസികമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് 2 പ്രാവശ്യം വരികയും ഇവിടെ സുവിശേഷ വേല ചെയ്യുകയും 20 കൊല്ലത്തോളം നമ്മുടെ ഈ നാട്ടിലെ ഈ മണ്ണിലെ തെക്കും വടക്കും ഓടി നടന്നുകൊണ്ട് നമ്മുടെ പിതാമഹന്മാർക്ക് ആ ക്രിസ്താനുഭവം പങ്കുവെക്കുകയും ചെയ്ത തോമസ് ലീഹ അവസാനം നമുക്കൊക്കെ വേണ്ടി രക്തസാക്ഷിയായിട്ട് മരിച്ച ആ മഹാവിശുദ്ധൻ്റെ ഉജ്ജ്വലമായിരിക്കുന്ന പ്രേക്ഷിത തീക്ഷ്ണത അത് നമുക്ക് കൈമുതലാകണമെങ്കിൽ ആഴമായിരിക്കുന്ന വ്യക്തിബന്ധം ഈശോയോട് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തിബന്ധത്തിലൂടെ ആഴമായിരിക്കുന്ന ദൈവാനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് വ്യക്തിപരമായിട്ടും സംഘാതമായും നമ്മൾ ഇനിയും ഏറെ വളരേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തോമസ് ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ പിതാവിൻ്റെ ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തിപരമായിട്ട് തനിമയോടും പ്രസക്തിയോടും കൂടെ നമ്മുടെ വിശ്വാസം ഈ മണ്ണിൽ ജീവിക്കാൻ ഞാൻ പരിശ്രമിക്കുമെന്നും ഞാൻ ഐക്യപ്പെടുന്നിടത്ത് ഏറ്റവും തീഷ്ണതയോടുകൂടെ ഈശോയുടെ സുവിശേഷത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കുമെന്നും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ആരും ഒറ്റപ്പെടാതിരിക്കാനും ഒറ്റക്കെട്ടായി സഭയുടെ മക്കളായി നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പിനോടൊപ്പം നിൽക്കുമ്പോൾ അത്ഭുതങ്ങൾ നമ്മിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു സുന്ദരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഓർമ്മകൾക്ക് ചുറ്റും ഒരുമിച്ച് കൂടുന്നവരാണ് ക്രൈസ്തവരെ. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പെസഹ രഹസ്യങ്ങളുടെ ഓർമ്മയ്ക്ക് ചുറ്റും ഈ അൾത്താരയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇന്ന് തുകറാന്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ശ്രീഹായും നമ്മുടെ വിശ്വാസത്തിൽ പിതാവുമായ തോമസ് ലീഹായുടെ മരണത്തിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പെസഹ രഹസ്യങ്ങൾ ഇന്ന് ആഘോഷിക്കുന്നത്. ഓർമ്മകൾ സ്വപ്നങ്ങൾ നെയ്യാൻ നമ്മെ സഹായിക്കും. ഓർമ്മകൾ കഴിഞ്ഞ കാലത്തെ നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമാണെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന സ്വപ്നങ്ങൾ ദിവാസ്വപ്നങ്ങളല്ല, യാഥാർത്ഥ്യത്തോടു കൂടിയുള്ള സഭയെ പറ്റിയുള്ള നമ്മെ പറ്റിയുള്ള ലോകത്തെ പറ്റിയുള്ള സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ഓർമ്മകൾക്ക് പ്രസക്തി ഉണ്ടാകുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു ഭാവിയിലേക്ക് സുന്ദരമായ സ്വപ്നങ്ങൾ ആവിഷ്കരിക്കാനും ആ ആവിഷ്കരിച്ച സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും പ്രതിജ്ഞയെടുത്തുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നല്ല ദൈവത്തിന് നന്ദി പറയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ തുകറാന തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.